എണീക്കുന്നു എണീക്ക് എന്താ ഗുണണ്ടോ അവിടെ അറബി പൈസ കൊടുക്കണ്ട് അവിടെ എന്താ എന്താ എന്ത് തീർന്നു എന്താണെന്നറിയപ്പോ അവിടെ വെറുതെ നിൽക്കുകയാണ് നമ്മളെ വിളിക്കണമെന്നില്ലല്ലോ എന്തൊക്കെ കിട്ടുമോ കിട്ടും വെറുതെ പോകാൻ നമ്മളിപ്പോ يلا خلاص برا برا ഇതിലൊക്കെ തീർന്നിട്ട് ഞാൻ പഠിക്കുക അങ്ങനെ മെനക്കെടില്ലാണ്ട് കിട്ടണോ അതേപോലെ ഇങ്ങനെ നമ്മളെയൊക്കെ അല്ല രാസാക്ക നിങ്ങളെത്ര പൈസ പകരമായി പോയോ നിങ്ങളും ഉണ്ടാക്കിയെന്ന് പൈസ അറബി അല്ലത് അറബിന്റെ അടുത്ത് പൈസ ഇല്ല വെക്കുവോ പോയി ചോദിച്ചോക്കാം അസ്സലാമു അലൈക്കും മനീസ് മനീസ് فلوس فلوس ما في حتى خلاص മറ്റവർക്ക് കൊടുത്തല്ലോ كله ما في خلاص 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 പൈസ ما في അപ്പൊ ഓൽക്കൊക്കെ കൊടുക്കാം നമുക്ക് ഒന്നുകൂടാ خلاص ഇന്നലെ തീർന്നല്ലോ ഒന്നുമില്ല എല്ലാ പൈസ ഓൽക്ക് ഞാൻ കൊടുത്തിട്ട് നമ്മളെ പോലത്തെ കഷ്ടപ്പെട്ടു നെക്സ്റ്റ് മന്ത് മൂപ്പർക്ക് മന്തുണ്ടോ ഇല്ലല്ലോ മന്തി കഴിച്ച് വെറുതെ ബിരിയാണിന്റെ നമ്മളോട് നല്ല ബിരിയാണി വാങ്ങി തരാം ബിരിയാണി തിന്നുന്ന സാധനമില്ല തിന്നുന്ന അക്കല്ല വേറെ കാര്യമുണ്ട് ഇതിപ്പോ അറബി ഒരാളെ കിട്ടണോ അല്ല അപ്പൊ നമ്മള് പറഞ്ഞ വെറുതെ ഓട്ടോറിക്ഷ പൈസ വെറുതെ ഓട്ടോറിക്ഷന്റെ പൈസ മാത്രല്ല ഇവന്ന് കൊടുക്കാൻ നമുക്ക് പണി വേറുണ്ട് നമ്മളെ റഹീമിന്റെ പെങ്ങൾക്ക് ഒരു വ്യാപരണമാണെന്ന് അറിയില്ല പെണ്ണ് കല്യാണം കഴിച്ചൂടെ ഒന്ന് അതിനല്ല സ്ഥലം തന്നെയാണ് പൈസ കൊടുക്കണം അല്ല വേറെ കാര്യം മലയാളം മനസ്സിലാവില്ലല്ലോ അതിനെക്കൊണ്ട് ധൈര്യത്തിൽ പറയാം ഒരു കാര്യം ചെയ്യാം റഹീമിന്റെ പെങ്ങൾ നമുക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാം റഹീമും കഴിച്ചലാവും നമ്മളും കഴിച്ചലാവും അയാളും കഴിച്ചത് നമുക്ക് പോയിട്ട് റഹീമിനെ കാണാം എന്തേ നമ്മള് പെണ്ണ് നമ്മള് പോയിട്ട് പിന്നെ വരാം നമ്മള് കൊണ്ടുപോരാ അവസാനം വേണ്ടേ എല്ലാം ഈ ലോകം എങ്ങനെ ആയിപ്പോയ നമ്മൾ ഉടായിപ്പോയി എല്ലാത്തൊരവസ്ഥയല്ലേ എനിക്കൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് എന്താണ്ടോ ടെൻഷൻ അടിച്ചിക്കണേ റഹീമിനെ എന്റെ പെങ്ങളെ കാര്യം ആലോചിച്ചിട്ടല്ലേ കോളായിട്ട് നമ്മൾ വന്നത് നല്ല കോളാ ഒരു ദുബായിക്കാരന് മൂപ്പര് നല്ല അടിപൊളി ദുബായില്
ദുബായ് എന്താ പണി എന്താണ്? ദുബായിൽ പണി മൂപ്പർക്ക് എണ്ണ കമ്പനിയൊക്കെ ഉണ്ട്. എണ്ണ കമ്പനിയുള്ള നിങ്ങളവിടുത്തെ നാട്ടുകാരനോ? നമ്മളെ ഇവിടുത്തെ നാട്ടുകാരനെ പോലാണ് മൂപ്പര്. ഇവിടെ അടുത്തടുത്ത് വരും, ഇവിടെ വരും, ഇവിടെ കോഴിക്കോട് റിസോർട്ടൊക്കെ ഉണ്ട്. ആ മൂപ്പർക്ക് റിസോർട്ട് വയനാട്ടിലുണ്ടെന്ന്. കോഴിക്കോട് റിസോർട്ടോ? ഈ കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളും കഴിക്കലാവും ഇയും കഴിക്കലാവും. പൈസ ഒന്നും കൊടുക്കണ്ട, പൊന്നൊന്നും കൊടുക്കണ്ട, ഒക്കെ മൂപ്പര് ഇങ്ങോട്ട് വരും. അത് നല്ലൊരു കാര്യമാണല്ലോ. നല്ല കാര്യമാണ്. ഈ ഒന്ന് മൂളി കിട്ടിയാൽ മതി, ബാക്കി കാര്യം നമ്മൾ എന്താ പറയുക. കറക്റ്റ് നിങ്ങൾ പറയുക. ദുബായില് ഷെയ്ക്ക് അല്ല, ഷെയ്ക്കിന്റെ ഇവിടെ നാട്ടിലുള്ള ഇപ്പൊ ഒരാള് ഇവിടെ ദുബായിൽ എണ്ണ കമ്പനിയൊക്കെ ഉള്ള ആടോ ചെറുതായിട്ട് മൂപ്പര് ഒരു അറബിയാണ്. അറബിയോ? ചെറുതായിട്ട് അങ്ങനില്ല, കുറച്ച് മലയാളിയാണ്, കുറച്ച് അറബിയാണ്. ഞാൻ നിങ്ങളുടെ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അറബിന്റെ കേസായിട്ട് ഈ ഏരിയയിലേക്ക് വരരുത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടക്കി പോകാനുള്ള പണ്ട് അറബി നാട്ടിൽ നിന്ന് ആള് പണ്ട് ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചുണ്ടായ ആ കാലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അതൊന്നുമില്ല. ഇനി മേലാൽ ഈ ഏരിയയിൽ കണ്ടുപോകരുത് അറബീന്റെ കഥ പറഞ്ഞിട്ട്. എന്റെ പെങ്ങൾക്ക് അങ്ങനത്തെ ഒരു അറബി വേണ്ട. അല്ല റഹീമേ, നമുക്കതൊന്ന് പുതിക്കാലോ. ഇനി പുതുക്കുന്ന പരിപാടി എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടോ.